ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അറിവിൻ്റെ സായി മാർഗം ഭാഗം 23. ഇന്ന് ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായമായ രാജവിദ്യ രാജഗുഹയോഗത്തിലെ ഒരു ശ്ലോകമാണ് നമ്മുടെ ചർച്ചാ വിഷയം. സമയത്തിൽ സമയമില്ലായ്മയുണ്ട്, മാറ്റമില്ലായ്മയുണ്ട്, താറുമാറിൽ സ്വച്ഛതയുണ്ട്. ഇവയെല്ലാം നിലപാടിനെയും പൊരുത്തപ്പെടലിനെയും ആധാരമാക്കിയാണ് നിലകൊള്ളുന്നത്. ഭഗവത്ഗീത ഈ നിലപാടും പൊരുത്തപ്പെടലും ലളിതമായി നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തെ രാജവിദ്യ രാജഗുഹയോഗം എന്ന് വിളിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രവും രഹസ്യത്തിൻ്റെ രഹസ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പരമോത്കൃഷ്ടമായ ജ്ഞാനത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാനുള്ള ഉപദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈശ്വരൻ്റെ നിർഗുണ തത്വവും പ്രപഞ്ചത്തിൻ്റെ മായിക സ്വഭാവവും ജ്ഞാനസമ്പാദനത്തിനുള്ള മാർഗവുമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അനന്യഭക്തിയാണ് അതിനുള്ള മാർഗം. വിഭുവിൻ്റെ ദുർഗ്രാഹ്യമായ സൗലഭ്യപ്രകൃതവും അത് നേടുന്നതിനുള്ള പവിത്രമായ ഭക്തിയുമാണ് ഭഗവാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭഗവത് പ്രാപ്തി ഭക്തന് ലഭിക്കുന്നത് ഹൃദയശുദ്ധി കൊണ്ട് മാത്രമാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. 9-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ഈ പ്രതിജ്ഞ നൽകുന്നത്. പക്ഷേ ഈ പ്രതിജ്ഞ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ശ്ലോകത്തിൽ അന്തർലീനമായിരിക്കുന്ന സാരം എന്താണെന്ന് നോക്കാം. മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർ, ഞാൻ അവരിൽ നിന്നും ഭിന്നനല്ലെന്ന് കരുതുന്നവർ തുടങ്ങി അനന്യഭക്തിയോടെ അചഞ്ചലമായ വിശ്വാസത്തോടെ എന്നെ ഉപാസിക്കുന്ന സാധകരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റിക്കൊടുക്കുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കോളുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നത് നാം കേൾക്കാറുണ്ട്. എപ്രകാരമുള്ള ജനങ്ങളുടെ സർവ്വകാര്യങ്ങളുമാണ് ഭഗവാൻ നോക്കുന്നതെന്ന് ഈ ശ്ലോകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ ഏറിയ കൂറും യോഗക്ഷേമം ഞാൻ നിർവഹിക്കുന്നു എന്ന വരി മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതചര്യക്കിടയിൽ അമ്പലത്തിൽ പോവുക, തീർത്ഥയാത്രകൾ ചെയ്യുക, വഴിപാടുകൾ നടത്തുക, പുണ്യഗ്രന്ഥ പാരായണം ചെയ്യുക തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ നാം ഉദ്ദേശിച്ച മാതിരിയിലുള്ള ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. എന്തായിരിക്കും കാരണം എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ? ആ ശ്ലോകത്തിലെ ആദ്യത്തെ 3 വരികളിൽ സൂചിപ്പിക്കുന്ന പോലെയുള്ള സാധന നാം ചെയ്യണം. അപ്പോൾ അർജുനന് എപ്രകാരം സദാ ഭഗവാന്റെ സാമീപ്യവും സൗഹൃദവും ലഭിച്ചുവോ അതേ സ്ഥിതി നമുക്കും കരഗതമാകും. ഭഗവത്ഗീതയിലുടനീളം കർമ്മവാസന ക്ഷയിപ്പിച്ച് ഈശ്വരപ്രാപ്തി നേടുവാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഈശ്വരാനുഗ്രഹത്തിന് 2 ഉപായങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നത്: അനന്യചിന്തനവും പര്യുപാസനവും. അകർമ്മിയായിരിക്കുവാൻ ഒരിക്കൽ പോലും ഭഗവാൻ ഉപദേശിക്കുന്നില്ല. മാത്രവുമല്ല, തനിക്ക് യാതൊരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ലെങ്കിലും താൻ സദാ കർമ്മനിരതനായി പൂർണ്ണാനന്ദത്തോടെ വർത്തിക്കുന്നു എന്ന വസ്തുത ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം ഭഗവാനെ എല്ലായ്പ്പോഴും കർമ്മനിരതനായിട്ടാണ് കാണുന്നത്. അനന്യഭക്തിയാണ് ശ്രേഷ്ഠമായ ഭക്തി. എന്താണ് അനന്യചിന്തനം? ശരീരം കൊണ്ട് നാം നാനാവിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം തീരെ കാക്ഷിക്കാതെ നമ്മുടെ ബുദ്ധിയെ, ഹൃദയത്തെ, മനസ്സിനെ നിരന്തരം ഭഗവത് സ്മരണയിൽ ഉറപ്പിക്കുന്നതാണ് അനന്യചിന്തനം.
ഈ പ്രതിജ്ഞ ഭഗവാൻ നിറവേറ്റിയതിൻ്റെ ഉത്തമ ഉദാഹരണം കുചേലന് നൽകിയ അനുഗ്രഹമാണ്. ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടൊന്നും പതറാതെ ഭഗവത് ചിന്തയിൽ മാത്രം മുഴുകിയിരുന്ന സുദാമാവ് ഭഗവാന്റെ സുഹൃത്തായിരുന്നു. എന്നിട്ടും തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ ഒരിക്കൽ പോലും രാജാധിരാജനായ ശ്രീകൃഷ്ണനെ കാണുവാൻ അദ്ദേഹം ദ്വാരകയിലേക്ക് പോയില്ല. ഭാര്യയുടെ അപേക്ഷ കേട്ടുകൊണ്ട് പോയപ്പോഴാകട്ടെ ഭഗവാന്റെ സ്നേഹത്താൽ മുഗ്ധനായിക്കൊണ്ട് ഭഗവാന്റെ സ്നേഹത്താൽ മുഗ്ധനായിക്കൊണ്ട് അദ്ദേഹം പറയാനായി വന്ന കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ്. ഒന്നും തന്നെ ചോദിക്കാതെ അവിടുന്ന് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ തൻ്റെ ഭക്തന് അവിരാമം ധ്യാനനിരതനാകുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ ദുഃഖം ഭഗവാൻ സ്വയം തന്നെ മാറ്റിക്കൊടുക്കുന്നു. ഒന്നും പറയാതെ, ഒന്നും ആലോചിക്കാതെ, ഒന്നിനും ഒന്ന് സംശയത്തിന് പോലും ഇട കൊടുക്കാതെയാണ് ഭഗവാൻ ഒരു അത്ഭുതകരമായ ചമത്കാരം കുചേലന് വേണ്ടി ചെയ്തത്. വിഠ്ഠലപ്രഭുവിനെ നേരിട്ട് കണ്ട് സദാ കാണുവാനും അമ്പലത്തിൽ ഭഗവാന്റെ ഒപ്പം കഴിയുവാനും അനന്യഭക്തിയും നാമജപവും കൊണ്ട് ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കുവാനും അങ്ങനെ ജീവിക്കുവാനും തീരുമാനിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു നാമദേവർ. ഭഗവാനോട് ചോദിക്കാതെ ഒന്നും നാമദേവർ ചെയ്യുന്നില്ല. നിഷ്കളങ്കമായ ഭക്തി, അനന്യമായ സൗഹൃദം, അനന്യമായ ഭക്തി, ഭഗവാനല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന രീതിയിലാണ് നാമദേവർ ജീവിച്ചിരുന്നത്. ഭഗവാന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ ഭഗവാൻ സ്വയം എത്തിച്ചു കൊടുത്തിരുന്നു. നാമദേവരെ പിരിയാൻ വിഠ്ഠലപ്രഭുവിനും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്താണ് പര്യുപാസനം? സഗുണമായാലും നിർഗുണമായാലും സാകാരനായാലും നിരാകാരനായാലും ഈശ്വരൻ ഏകനാണെന്നും സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ഈശ്വര സങ്കല്പവും ഈശ്വരേച്ഛ ആണെന്നും സർവചരാചരങ്ങളും ഈശ്വര സ്വരൂപമാണെന്നും വിഭാവനം ചെയ്ത് വിശ്വസിക്കുന്നതിനാണ് പര്യുപാസനം എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ വേണ്ടപ്പോൾ നടക്കുന്നത് ലൗകികമായ യോഗം കൊണ്ടാണ്. ഈ ദേഹയാത്ര അനുനിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നേറുമ്പോൾ ഉള്ളിലും പുറത്തും സർവത്ര നിരന്തരം ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നതാണ് ആധ്യാത്മിക യോഗം. ഈ 2 തരം യോഗങ്ങളും കൊണ്ടാണ് ഒരുവൻ്റെ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. ഇപ്രകാരം ഏകാന്ത ഭക്തനായ ഒരാളുടെ യോഗക്ഷേമം, അതായത് ലൗകിക യോഗത്തിലും ആധ്യാത്മിക യോഗത്തിലും ക്ഷേമമുണ്ടാകുവാൻ വേണ്ടതെല്ലാം ഭഗവാൻ സ്വയം തന്നെ ചെയ്തു തരുന്നു. സ്വയം സന്നിഹിതനായിക്കൊണ്ട് ഭഗവാൻ, സത്യസ്വരൂപനായ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നു എന്ന് നാം അറിയേണ്ടതാണ്. അതിനുവേണ്ടി അനന്യഭക്തി ശീലിക്കുക എന്നത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണാർപ്പണമസ്തു. ശാന്തി ശാന്തി ശാന്തി.